പ്രിയപ്പെട്ടവരെ, നമുക്കൊരു റിപ്പോർട്ടർ ടിവിയുടെ ഒരു ഇമ്പാക്റ്റ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. താന്തോണിത്തുരുത്തിൽ ഔട്ടർ ബണ്ടും റോഡും നിർമ്മാണം ഉടൻ തുടങ്ങുമെന്ന പ്രതീക്ഷയിലാണ് ദ്വീപ് നിവാസികൾ. നമ്മുടെ സൈഫുനീസയും അലി അക്ബർ ഷായും ഈ താന്തോണിത്തുരുത്ത് നിവാസികൾക്കൊപ്പം ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് യാത്ര ചെയ്യാം, വിടുന്ന ലക്ഷണമില്ല. എന്തായാലും റിപ്പോർട്ടർ ടിവിയുടെ ഇടപെടലിനെ തുടർന്നാണ് വിഷയത്തിൽ സർക്കാരിന്റെ ശ്രദ്ധ പതിഞ്ഞത്. ഔട്ടർ ബണ്ട് നിർമ്മിക്കാനുള്ള സർക്കാരിന്റെ നടപടികൾ 2 ആഴ്ചയ്ക്കകം പൂർത്തീകരിക്കാനാണ് ഇന്നലെ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്. വിവരങ്ങളുമായി താന്തോണിത്തുരുത്തിൽ നിന്ന് സൈഫുനീസ അലിയാർ നമുക്കൊപ്പം ചേരുന്നു. സൈഫുനീസ അലിയാർ, അഷ്കർ, നമ്മുടെ അലി അക്ബർ ഷാ, നിങ്ങൾ രണ്ടുപേരുടെയും ഇടപെടലുകൾ താന്തോണിത്തുരുത്തുകാർക്ക് ആശ്വാസമായി എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മളൊരു വാർത്തയെ തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്തു. വളരെ കുറച്ച് കുടുംബങ്ങളാണ്, 60 കുടുംബങ്ങളിൽ താഴെ മാത്രമേ ഉള്ളൂ. അവരുടെ പ്രശ്നം ആരും ഏറ്റെടുക്കാനില്ലായിരുന്നു. നമ്മൾ നിരന്തരമായി ആ വാർത്താ പ്രഭാതത്തിലടക്കം തുടർച്ചയായിട്ട് അവതരിപ്പിച്ചു. മന്ത്രിയുടെ ശ്രദ്ധ പതിഞ്ഞു, മന്ത്രി ഇടപെട്ടു. എന്താണ് ഇനി നാട്ടുകാർ ആവശ്യപ്പെടുന്നത്? എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്? എത്രയും പെട്ടെന്ന് നടക്കുമോ കാര്യങ്ങൾ? സൈഫുനീസ അലിയാർ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഞാനൊരു 5 വർഷം മുമ്പാണ് ഈ താന്തോണിത്തുരുത്തിലേക്ക് എത്തുന്നത്. അന്നുണ്ടായിരുന്നതിനേക്കാൾ ഒറ്റ മാറ്റം ഈ തുരുത്തിന് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ്. ബോട്ട് സർവീസ് മാത്രമേ ഉള്ളൂ, മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല. അതിനപ്പുറം വെള്ളക്കെട്ടും വേലിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങളും രൂക്ഷമായി എന്നത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ കാണേണ്ടത്. ഇന്നലെ താന്തോണിത്തുരുത്തുകാരുടെ വിഷയത്തിൽ ചർച്ച നടത്തുകയും അതേ തുടർന്ന് ഈ താന്തോണിത്തുരുത്തുകാർ 4 ദിവസമായി നടത്തി വന്ന സമരം പിൻവലിക്കുകയും ചെയ്തു. പക്ഷേ സമരം പിൻവലിച്ചത് എന്തെങ്കിലും രീതിയിൽ അവർക്കൊരു പരിഹാരമാർഗ്ഗം ഉണ്ടായിട്ടല്ല, പരിഹാരമാർഗ്ഗം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷയിലാണ്. നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നില്ലേ, ഇത് തന്നെയാണ് ഇവരുടെ അവസ്ഥ. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടല്ല ഇവർ ഈ സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി ഈ മാറ്റം ഉണ്ടാകുമെന്ന അധികാരികളുടെ ഉറപ്പ് പാലിച്ചുകൊണ്ടാണ്. അതായത് പ്രേക്ഷകരും അധികാരികളും എല്ലാം ഇത് കാണണം. ഇപ്പോഴും ഇവർ ഈ വെള്ളത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇന്നലെ രാത്രി 10 മണിക്കാണ് ഇവർ ജിഡ ഓഫീസിന് മുൻപിൽ 4 ദിവസമായി നടത്തിയിരുന്ന രാപ്പകൽ സമരം കഴിഞ്ഞ് ഈ താന്തോണി തുരുത്തിലേക്ക് എത്തിയത്. തുരുത്തിലേക്ക് എത്തുമ്പോൾ ഇവരുടെ കാഴ്ച എന്ന് പറയുന്നത് വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് വീടിനകത്തേക്ക്. ഇന്നലെ രാത്രിയൊക്കെ വീടിനകത്ത് വെള്ളം കയറി രാവിലെ ആയപ്പോൾ ഈ കിടന്ന പായലും ഒക്കെ വെള്ളമായി. ആ പായൊക്കെ കഴുകിയിട്ട് തുണികളെല്ലാം വൃത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ രാവിലെ ജോലിക്ക് പോകണം. ഇവർ സമരം അവസാനിപ്പിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് പലരും മത്സ്യത്തൊഴിലാളികളാണ്, മറ്റ് ഓഫീസുകളിൽ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. അധിക ദിവസം അവധിയെടുത്ത് ഇവർക്ക് ഇങ്ങനെ ഒരു സമരമാർഗ്ഗത്തിലേക്ക് പോയാൽ ഉപജീവന മാർഗ്ഗം മുട്ടും. ഇത്രയും പേർ ഒരുമിച്ച് ഭക്ഷണം ഉണ്ടാക്കി നിന്ന് തന്നെ കടം വാങ്ങിയും സ്വർണം പണയപ്പെടുത്തിയും ഒക്കെയുള്ള പണം കണ്ടെത്തിയാണ് താന്തോണിത്തുരുത്തുകാർ ഈ 4 ദിവസം അതിജീവിച്ചത്. ഇനി അങ്ങോട്ട് സമരമാർഗ്ഗത്തിലേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇവർ നിലവിൽ വീടുകളിലേക്ക് മടങ്ങിയെത്തിയത്. ചേച്ചി, ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ അവസ്ഥ എന്തായിരുന്നു? ഞങ്ങൾ ഇന്നലെ ഒരു 10 മണിയായപ്പോഴത്തേക്കുമാണ് ജിഡ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ തന്നെ വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അകത്തേക്കല്ല, മുറ്റത്തേക്ക് വെള്ളം കയറിക്കൊണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് രാത്രിയാകുമ്പോഴത്തേക്കും. പക്ഷേ ഞങ്ങൾക്ക് ഉറക്കമൊഴിച്ച് നിന്നത് എന്നെ സംബന്ധിച്ച് എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ മാനിച്ചുകൊണ്ട് എനിക്ക് ഉറക്കമൊഴിച്ച് നിന്ന് രാത്രി പെരടകത്തേക്ക് വെള്ളം കയറാൻ നോക്കിക്കാൻ പറ്റിയില്ല. കാരണം 4 ദിവസമായിട്ട് ഞങ്ങൾ ജിഡ ഓഫീസിലാണ് രാത്രി കിടന്നുറങ്ങിയത്. ഉറങ്ങിയെന്ന് പറയാൻ പറ്റില്ല, ഉറക്കം ഉണ്ടായില്ല. പിന്നെ ഇന്നലെ മിനിഞ്ഞാന്ന് മഴയും കൂടി ഉണ്ടായതുകൊണ്ട് ഒട്ടും ഇപ്പോഴും അസ്വസ്ഥത മാറിയിട്ടില്ല. ശരി, ഇതെന്ന് ഇപ്പോഴും ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ വീട്ടിലെ വെള്ളം എത്രത്തോളാന്നുള്ളത് 2 ആഴ്ചയ്ക്കകം ഇവരുടെ വിഷയത്തിന് പരിഹാരം കാണാമെന്നാണ് അധികാരികൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. അതായത് സംസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കുപോക്കുകളെല്ലാം 2 ആഴ്ചയ്ക്കകം തീർത്തു കൊടുക്കാം. പക്ഷേ അത് കഴിഞ്ഞാൽ ഈ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയമാണ് ഇവരുടെ പേപ്പറുകൾ നീക്കേണ്ടത്. ഇത് കണ്ടലാണ്. ഇതുപോലെ നിരവധി കണ്ടൽക്കാടുകൾ ഉള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നിയമപ്രശ്നത്തിൽ ഇവർ കുരുങ്ങിക്കിടക്കുന്നത്. പക്ഷേ ഇവർക്ക് അതിനപ്പുറത്തേക്ക് ദൈനംദിന ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു മാർഗം ഉണ്ടാവണം. കാരണം രാവിലെ ജോലിക്ക് പോകണം, വീട് മുഴുവൻ അടിച്ചു കഴുകി ഈ വെള്ളം മുഴുവൻ പുറത്ത് കളഞ്ഞ് വൃത്തിയാക്കി വേണം അവർക്ക് ജോലിക്ക് പോകാനായി. ആ ജോലിക്ക് പോയി വൈകിട്ട് വന്നാൽ ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം ഉണ്ടായിട്ടല്ല ഇവർ സമരത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത്. ഇവരുടെ അവസ്ഥ കൊണ്ടാണ്, നിവൃത്തികേട് കൊണ്ടാണ്. എന്തായാലും ഈ 2 ആഴ്ച ഇവർ കാത്തിരിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അനുകൂലമായ നടപടി ഉണ്ടാകുമെന്ന്. തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂല നടപടി ഉണ്ടാവണം. താങ്ക് യു സൈഫുനീസ. ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് അഞ്ജലി ശ്രീരാജും സൈഫുനീസ അലിയാറും അലിയും ഒക്കെ കൂടിയാണ്. എന്തായാലും ആ റിപ്പോർട്ടർ വാർത്താ സംഘത്തിൻ്റെ ഇടപെടൽ ഫലം കാണുന്നു. ചില ആളുകളെങ്കിലും വിചാരിക്കുന്നുണ്ടാവും, ആ കടൽ ചെടിയായിട്ട് അങ്ങ് ജനിച്ചാൽ മതിയായിരുന്നു ഈ മനുഷ്യരായിട്ട് ജനിക്കുന്നതിനേക്കാൾ. ആ മനുഷ്യരങ്ങനെ ആലോചിച്ചു പോകും. അത്ര ദുരിതമാണ് അവരുടെയൊക്കെ ജീവിതം.
അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാവണമെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നമ്മുടെ വീട്ടിൽ നിന്ന് വേലിയേറ്റത്തിൽ വരുന്ന വെള്ളം മുഴുവൻ അടിച്ചിറക്കി കഴുകി വൃത്തിയാക്കിയിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാരെ കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ തന്നെ മഴ പെയ്ത ചെറിയ ചാറ്റൽ മഴ അടിക്കുമ്പോൾ ശീതമടിക്കാന്ന് പറയും നമ്മുടെ നാട്ടിലേക്ക്. അത് വരുമ്പം തന്നെ തൂത്ത് കളയാൻ എത്ര ബുദ്ധിമുട്ടാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. മിക്കവാറും ദിവസങ്ങളിൽ ഇതാണ് താന്തോണിത്തുരുത്തുകാർ ചെയ്യുന്നത്. ഒന്നുകിൽ ഇവരെ എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിച്ച് സർക്കാർ ആ സ്ഥലം ഏറ്റെടുത്ത് കണ്ടൽക്കാട് സംരക്ഷണ പാർക്കായിട്ട് അങ്ങ് നിർമ്മിക്കണം. അതല്ലെങ്കിൽ ഈ മനുഷ്യരെ സംരക്ഷിക്കാനുള്ള ഔട്ടർ ബണ്ട് നിർമ്മിച്ചു കൊടുക്കണം. ഈ ദുരിതത്തിൽ ഈ മനുഷ്യരെ ഇടരുത് എന്നതാണ് ഒരിക്കൽ കൂടി നമുക്ക് റിപ്പോർട്ടർ ടിവിക്ക് സർക്കാരിനോട് പറയാനുള്ളത്. എന്നാലും മന്ത്രി പി രാജീവിൻ്റെ വാക്കുകളിൽ നമ്മൾ വിശ്വസിക്കുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ 14 ദിവസം എണ്ണിക്കൊണ്ട് നമ്മളും കാത്തിരിക്കുന്നു അവിടുത്തെ നാട്ടുകാർക്കൊപ്പം ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലുണ്ടാവാൻ.